വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ബൈബിൾ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചുള്ള 5ാമത്തെ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പാകെ വരുന്നത്. ഇതിന് മുമ്പ് 4 എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ദയവുണ്ടായിട്ട് ഒന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയും, നിങ്ങൾ ഇതുവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സ്നേഹിതന്മാർക്ക് ഇത് അയച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവർക്ക് ഇത് കേൾക്കുവാൻ തക്കവണ്ണം സാധ്യതകൾ ഒരുക്കണമേ എന്നും കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ബൈബിൾ വെല്ലുവിളികളുടെ മുമ്പിൽ തലകുനിക്കുന്ന ഒരു സാഹിത്യമല്ല. ബൈബിൾ കേവലം ഒരു മതഗ്രന്ഥമല്ല. ബൈബിൾ മതഗ്രന്ഥമായിരുന്നുവെങ്കിൽ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അനേകം ആളുകൾ തയ്യാറാകുമായിരുന്നു. ഒരാൾ പൊതുസ്ഥലത്ത് നിന്നുകൊണ്ട് ആര്യന്മാരുടെ വേദഗ്രന്ഥങ്ങളെയോ ഉപനിഷത്തുകളെയോ വിമർശിച്ചാൽ അതിൻ്റെ സംരക്ഷണകർത്താക്കൾ വാളും വടിയും ശൂലവുമായി എൻ്റെ നെഞ്ചു പിളർക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഇസ്ലാമിൻ്റെ മതഗ്രന്ഥത്തെ വിമർശിച്ചാലും അതുപോലെ സംഭവിക്കാം. ലോകത്തിലെ മതഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് അതാണ് യാഥാർത്ഥ്യമെങ്കിൽ ബൈബിൾ യാതൊരു വെല്ലുവിളികളെയും ഭയപ്പെടുന്ന ഒരു പുസ്തകമല്ല എന്നുള്ളത് വളരെ കൃത്യമായി നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. ബൈബിളിനെതിരെ എത്രയോ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. ആ വെല്ലുവിളികൾ ഉയർത്തിയവർ സാധാരണക്കാരായിരുന്നില്ല. ലോകോത്തര താർക്കികന്മാരും നാസ്തികന്മാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെയാണ്. അവരുടെ വെല്ലുവിളികളെല്ലാം സ്വാഗതം ചെയ്തു. മാത്രമല്ല അവയെല്ലാം എതിർ നിരൂപണത്തിൻ്റെ ചക്കിലിട്ട് ചതച്ചരച്ച് ചാറില്ലാത്ത ചണ്ടിയാക്കി ചരിത്രത്തിൻ്റെ ചവിട്ടുകൊട്ടയിൽ വലിച്ചെറിഞ്ഞ് ചരിത്രം ചമച്ച് ചരിത്രത്തിലുടനീളം ചാരിതാർത്ഥ്യത്തോടുകൂടെ സഞ്ചരിക്കുന്ന ചരിത്രം കണ്ടതിൽ സമുജ്വലമായ സാഹിത്യ വിശേഷണമാണ് വിശുദ്ധ ബൈബിൾ. ബൈബിളിനെ സംബന്ധിച്ചുള്ള അതിമഹത്തായ സത്യവസ്തുതകളെ നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് പരിചയമാർന്ന ഒരു സംഭവം ഞാൻ വിവരിക്കാം. വോൾട്ടേഴ്സ് പ്രഡിക്ഷൻ, ഹോം ആൻഡ് ദ ബൈബിൾ സൊസൈറ്റി, ട്രൂത്ത് ഓർ മിത്ത് എന്നുള്ള ഒരു ചോദ്യത്തോടുകൂടെ ഫർദർ എവിഡൻസ് ഓഫ് വെരിഫിക്കേഷൻ എന്ന നെറ്റിൽ നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബോധ്യമാകും. ഫ്രഞ്ച് തത്വജ്ഞാനിയായിരുന്ന വോൾട്ടേർ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ മരണത്തിന് 100 വർഷങ്ങൾക്ക് ശേഷം ബൈബിൾ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെടുന്ന കേവലം ഒരു കാഴ്ച വസ്തു മാത്രമായിരിക്കും. എന്നാൽ വോൾട്ടേർ മരിച്ച് 50 വർഷം തികയുന്നതിന് മുമ്പ് ഫ്രഞ്ച് ബൈബിൾ സൊസൈറ്റി വോൾട്ടേറിന്റെ പാരീസിൽ ഉണ്ടായിരുന്ന പുരാതനമായ ആ വീട് വില കൊടുത്ത് വാങ്ങി ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളുകളും അനുബന്ധ ട്രാക്റ്റുകളും പ്രിന്റ് ചെയ്ത് വെക്കുന്ന ഗോഡൌണാക്കി മാറ്റി. വോൾട്ടേർ ജീവിച്ചിരുന്ന 1694 മുതൽ 1726 വരെയുള്ള കാലഘട്ടത്തിലെ അറിയപ്പെടുന്ന വ്യക്തിത്വമായിരുന്നു. എന്നാൽ ദൈവത്തെയും ദൈവവചനത്തെയും അപഹസിച്ചും പരിഹസിച്ചും ജീവിച്ച വോൾട്ടേറിന്റെ വെല്ലുവിളി വിശുദ്ധ ബൈബിൾ ഏറ്റെടുത്തു. വില്യം വോൾബറൈറ്റ്, ഇമ്മാനുവൽ കാന്റ്, കാർൽ ബാർത്ത് തുടങ്ങിയ നിരവധി ആളുകൾ ബൈബിളിനെ വെല്ലുവിളിച്ചു. എന്നാൽ അവരെല്ലാം പിന്നീട് ഇത് ദൈവവചനമാണെന്ന് സ്വനാവാൽ ഏറ്റുപറയുവാൻ പരിശുദ്ധനായ ദൈവം ഇടപെടുകയും അങ്ങനെ അവർ വിശ്വാസ ജീവിതത്തിലേക്ക് ക്രിസ്തീയ വിശ്വാസത്തിന്റെ മഹത്വത്തെ പ്രഘോഷിക്കുന്നവരായി തീരുകയും ചെയ്തു എന്നുള്ളത് ഈ തരുണത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. ഒരു വെല്ലുവിളികളെയും ഭയപ്പെടാതെ ഇന്നും ലോകത്തിന്റെ എല്ലാ ഭാഷയിലേക്കും വംശങ്ങളിലേക്കും ഗോത്രങ്ങളിലേക്കും വിരാജിച്ച് കൊണ്ടിരിക്കുന്ന ഏക ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല. ഇത് മനുഷ്യനെ എല്ലാ തല പുരോഗതിയിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു മതഗ്രന്ഥമല്ല എന്ന് ഞാൻ വളരെ മുമ്പ് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ആ സമയത്ത് ആശ്ചര്യപ്പെട്ട് കാണാം. ബൈബിൾ ഒരു മതഗ്രന്ഥമായിരുന്നുവെങ്കിൽ ആശയം കൊണ്ടും വിശ്വാസം കൊണ്ടും ജീവിതം കൊണ്ടും സമൂഹത്തിൽ അനുഗ്രഹീതരായി തീർന്ന നിരവധി ആളുകൾ അവ കരങ്ങൾ കൊണ്ട് എടുക്കുകയില്ലായിരുന്നു. നിങ്ങൾക്കറിയാം, കാളിചന്ദ്ര ബാനർജിയെ പോലെയുള്ള നിരവധി ബ്രാഹ്മണന്മാർ, രാജകുമാരി അമൃത് കൗർ എന്ന നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ ആരോഗ്യ വകുപ്പ് മന്ത്രിയായ, നമ്മുടെ രാജ്യത്തെ ആദ്യമായൊരു ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്ന, കൂടാതെ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ സെക്രട്ടറിയായി 17 വർഷം പ്രവർത്തിച്ച വന്ധ്യ വനിത, അവരുടെ പിതാവ് സിഖ് മതത്തിലെ രാജകുടുംബാംഗം, അദ്ദേഹത്തെ ക്രിസ്തു ഭക്തനാക്കി തീർത്ത ഗോഖലെ, ചാറ്റർജി മുതലായ നിരവധി ആളുകൾ, കേരളത്തിലെ നമ്പൂതിരിമാരിൽ വൈദ്യശാസ്ത്ര രംഗത്ത് കീർത്തിപ്പെട്ട ലുധിയാന മെഡിക്കൽ കോളേജിന്റെ പ്രഥമ ഇന്ത്യൻ ഡയറക്ടറായിരുന്ന ഡോക്ടർ KN നമ്പൂതിരിപ്പാട്. എനിക്ക് അദ്ദേഹത്തെ അടുത്തറിയുവാൻ, അദ്ദേഹവുമായിട്ട് വലിയ അടുപ്പം സ്ഥാപിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം PVS-ലും അതുപോലെ തിരുവല്ലയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഞങ്ങളുടെ ചർച്ചിൽ വന്ന് പ്രസംഗിക്കുകയും ദൈവവചനത്തിൽ കൂടെ എങ്ങനെയാണ് കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്കൂടെ മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഇളയ സഹോദരൻ ഡോക്ടർ
കെ എ നമ്പൂതിരിപ്പാട്. അദ്ദേഹം ഞങ്ങളുടെ ചർച്ചിൽ വരുമ്പോഴൊക്കെ ഞാനാണ് അദ്ദേഹത്തിനെ പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ ബൈബിൾ തങ്ങൾക്ക് വേണ്ടി സ്വർഗീയ നിശ്വാസ്യതയാൽ എഴുതപ്പെട്ട ദൈവികതയുടെ പൂർണ്ണ വെളിപ്പാടാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ബൈബിൾ നിങ്ങളുടെ ജീവിതത്തിന് സമൂലമായ പരിവർത്തനം വരുത്തുമെന്ന് മാത്രമല്ല, നിങ്ങളാക്കി തീർക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഉപരിപരമായിട്ടുള്ളത് മാത്രമല്ല ആന്തരികമായിട്ടുള്ള കണ്ണാടിയായി അത് പരിവർത്തിക്കുകയും അങ്ങനെ നമ്മളെ ദൈവസ്നേഹത്തിൻ്റെ ആഴവും വീതിയും ഉയരവും നീളവും എന്താകുന്നുവെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ തിരിച്ചറിയുവാൻ തക്കവണ്ണം പ്രാപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം വിശുദ്ധ ബൈബിൾ, അത് ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ബൈബിൾ എത്തിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുകയും ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതലായിട്ട് അറിയുവാൻ ഞങ്ങളുമായിട്ട് നിങ്ങൾ കത്തിടപാടുകളോ അല്ലെങ്കിൽ ഫോണിൽ ബന്ധപ്പെടുകയോ ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കാണും വരെയും ഏവർക്കും സ്നേഹവന്ദനം അറിയിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.